ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്യാൻവാസ് കോമ്പസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ചിത്രകല. ഈ ചിത്രം വരയ്ക്കുന്ന ആ ഒരു കല നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതായത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് ആർട്ടിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ചിത്രം വര നന്നായിട്ട് പഠിക്കണം, എന്നാൽ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ചിത്രകല നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ലൈൻ വരും, ഷേപ്പ് വരും, ഫോം വരും, ടെക്സ്ചർ വരും, ടോണ് വരും, കളർ വരും, പിന്നെ അതുപോലെ തന്നെ ഫോം, ഷേപ്പ്, ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. വാല്യൂ, ഇതൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് നമ്മൾ ഈ ലൈൻസിനെ പറ്റിയിട്ടാണ്. ഈ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഒരു പോയിന്റ് തുടങ്ങിയിട്ട് അടുത്ത ഒരു പോയിന്റ് വരെ ആ ഒരു വരയിനാണ് നമ്മൾ ഒരു ലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു പോയിന്റ് തുടങ്ങിയിട്ട് അടുത്ത പോയിന്റുകളുടെ കുറേ കൂട്ടത്തിന്റെ ഒരു മൂവ്മെന്റ്, ഒരു ചലനത്തിനെ നമുക്ക് ഒരു രേഖ അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ലൈൻസുകൾ കുറേ തരത്തിലുള്ള ലൈൻസ് ഉണ്ട്. തിക്ക്, തിന്ന്, വെർട്ടിക്കല്, ഹോറിസോണ്ടല്, അതുപോലെ തന്നെ കർവ്ഡ്, അങ്ങനെ പലതരത്തിലുള്ള ലൈൻസുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉള്ള ലൈൻസുകൾ ഇങ്ങനെ ഉണ്ട്. ഈ ലൈൻസ് നമ്മൾ വരച്ച് പഠിക്കണമെന്നൊന്നുമില്ല ഒരു ചിത്രം വരയ്ക്കണതിന്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ, നമ്മളൊരു ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ലൈൻസിന്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഇവിടെ ഒന്ന് കാണാം. നമ്മൾ ഈ കുത്തുന്ന ഈ ഒരു പോയിന്റ്, ഇതിപ്പോൾ ഒരു പോയിന്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ പോയിന്റുകളുടെ ഒരു ചലനത്തിനെ നമുക്കൊരു ലൈൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഒരു ലൈൻസ് വരച്ചു. ഈ ലൈൻസ് നമുക്ക് തിക്കായിട്ട് വരയ്ക്കാം, തിന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാം, വെർട്ടിക്കലായിട്ട് വരയ്ക്കാം, കർവ്ഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് പല തരത്തിലുള്ള ഷേപ്പുകളിൽ നമുക്ക് വേണമെങ്കിൽ ലൈൻസ് വരയ്ക്കാം. ഈ ലൈൻസുകൾ, ഓരോ ലൈൻസുകളും വരച്ച് അതിൻ്റെ ഒരു കൂട്ടം, ഈ പലതരം ലൈൻസുകളുടെ ഒരു ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂട്ടത്തിനെയാണ് നമുക്ക് ലൈനിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കൊരു ഡ്രോയിങ്സ് ആക്കി നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഉദാഹരണത്തിന് നമ്മൾക്ക് കുറച്ച് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചിത്രം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഓബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ആപ്പിളൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ലൈൻസിന്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ്സ് ഇംപ്രൂവ്മെന്റ് ആക്കുന്നതിന് മെയിൻ ഘടകമാണ് ലൈൻസ്. അപ്പോൾ ഈ ലൈൻസുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലൈൻസിന്റെ എല്ലാതരം ലൈൻസുകളും നമുക്ക് ഉപയോഗിച്ച് ശീലിക്കാൻ പറ്റും. വെർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലുണ്ട്, കർവ്ഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ലൈൻസും ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല ഒരു ഡ്രോയിങ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചിത്രാലയയിൽ ഈ ഡ്രോയിങ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ ലൈൻസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, അതിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ലൈൻസ് വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള പെയിന്റിങ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരെ ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.